എല്ലാവർക്കും നമസ്കാരം. വിൻവിഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ക്രൈസ്റ്റ്. ഇസ്രായേൽ എന്നുള്ള ഹീബ്രു വേർഡിനർത്ഥം ദൈവജനം എന്നുള്ളതാണ്. ഏൽ എന്ന് വെച്ചാൽ ദൈവം, ഇസ്ര എന്ന് വെച്ചാൽ ജനം, ദൈവത്തിൻ്റെ ജനം. ഈ ജനത്തെ വഴി നടത്തുന്നത് അന്നും ഇന്നും സർവശക്തനായിട്ടുള്ള യഹോവയാണ്, അതായത് ദൈവമാണ്. ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത്തിന് ഒരു പ്രതിസന്ധി, ഒന്നിലധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്രായേൽ ചില നൂറ്റാണ്ടുകൾ 430 സംവത്സരം മിസ്രൈമിൽ അടിമകളായിട്ട് പാർത്തു. അവർ ദൈവത്തോട് അല്ലെങ്കിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ മോശയിൽ കൂടെ അവർക്കൊരു വലിയ ഒരു റിലീഫ് ദൈവം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് അവിടുന്ന് അവരെ മോചിപ്പിച്ച് കാനാനിലേക്ക് നടത്തുന്ന ഒരു വലിയ വിടുതൽ നമുക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകുവാനായിട്ട് കഴിയും. ഈ യാത്രാമധ്യേ അവർക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് ചെങ്കടലിൻ്റെ മുമ്പേ വഴിയൊരുക്കിയും മരുഭൂമിയിൽ വെറും ശൂന്യതയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവരെ സർവശക്തനായിട്ടുള്ള ദൈവം, അദൃശ്യനായ ദൈവം അദൃശ്യ കരങ്ങളിൽ താങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മരുഭൂമിയിൽ ജീവജലമേകിയും അവർക്ക് കഴിക്കുന്നതിലേക്ക് വേണ്ടി മന്നയും കാടപ്പക്ഷിയും നൽകിയും പകൽ അതിശക്തമായ ചൂടിൽ നിന്നവരെ മേഘസ്തംഭത്തിൽ വഴി നടത്തിയും രാത്രി അവർക്ക് സഞ്ചരിക്കുന്നതിന് അഗ്നിസ്തംഭത്തിലും അവരെ വഴി നടത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് പൂർണ്ണമായിട്ടുള്ള ദൈവിക പ്രൊട്ടക്ഷനായിരുന്നു അവർ അവിടെ അനുഭവിച്ചത്. അതിന് അവർക്ക് ഷെഖേന എന്നുള്ള ഒരു മേഘത്തെയാണ് ദൈവം അവർക്ക് വേണ്ടി നൽകിയത്. ഷെഖേന എന്നുള്ള ഹീബ്രു വേർഡിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘം എന്നുള്ളതാണ്. അങ്ങനെ അതിശക്തമായിട്ടുള്ള ദൈവിക പ്രൊട്ടക്ഷനിലായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. അവരെ മറ്റ് ബാഹ്യ ശക്തികളെ തൊടുവാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ കടഭാരമാകാം, രോഗങ്ങളാകാം, മറ്റ് പല ജീവിത പ്രതിസന്ധികളാവാം. ഇതുപോലൊരു പ്രതിസന്ധി ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലും നേരിട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള കരുതൽ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഞാൻ ഈ ഗാനം രചിക്കുന്നത്. അദൃശ്യനായ ദൈവം അദൃശ്യ കരങ്ങളിൽ താങ്ങിടും, ആപത്ത് വന്നിടും വേളകളിൽ അഭയം നൽകിടും യേശുനാഥൻ എന്നുള്ള ഈ ഗാനം. ഇത് ഞാൻ രചിക്കുകയും അനേകർക്ക് ആശ്വാസമാകുകയും ചെയ്തിട്ടുണ്ട് ഈ ഗാനം. അപ്പോൾ ജീവിത പ്രതിസന്ധികളിൽ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നും അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ കരുതൽ നാം ഓരോരുത്തരും അനുദിനവും അനുഭവിച്ചറിയുന്നവരുമാണ്. അങ്ങനെ ഏതെങ്കിലും ജീവിത പ്രതിസന്ധികൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഗാനം അനുഗ്രഹീത ഗായകൻ ക്രിസ്റ്ററാണ് ആലപിച്ചിരിക്കുന്നത്. ഇത് ഞാനാണ് ഇതിന് രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗാനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ അഭിപ്രായങ്ങളും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.
അദൃശ്യകരങ്ങളിൽ താങ്ങിയിടും. ആപത്തു വന്നിടും വേളകളിൽ അഭയം നൽകിടും യേശുനാഥൻ. ആപത്തു വന്നിടും വേളകളിൽ അഭയം നൽകിടും യേശുനാഥൻ. അദൃശ്യനാം ദൈവം അദൃശ്യകരങ്ങളിൽ താങ്ങിയിടും. ആപത്തു വന്നിടും വേളകളിൽ അഭയം നൽകിടും യേശുനാഥൻ. മാറോടണച്ചു നീ ആശ്വസിപ്പിക്കും, മന്നാ തന്നു നീ പോഷിപ്പിക്കും. മാറോടണച്ചു നീ ആശ്വസിപ്പിക്കും, മന്നാ തന്നു നീ പോഷിപ്പിക്കും. മരുവിൽ ജീവജലമെനിക്കേകിടും മാറിടാത്തവൻ യേശുനാഥൻ. മരുവിൽ ജീവജലമെനിക്കേകിടും മാറിടാത്തവൻ യേശുനാഥൻ. അദൃശ്യനാം ദൈവം അദൃശ്യകരങ്ങളിൽ താങ്ങിയിടും. ആപത്തു വന്നിടും വേളകളിൽ അഭയം നൽകിടും യേശുനാഥൻ. ഇസ്രായേലിനെ മേഘത്തണലിൽ നടത്തിയോ യാത്രയിൽ പാലിക്കണേ നിത്യവും. ഇസ്രായേലിനെ മേഘത്തണലിൽ നടത്തിയോ യാത്രയിൽ പാലിക്കണേ നിത്യവും. യാതന വന്നിടും വേളയിൽ പോലും യാക്കോബിൻ ദൈവം പാലിച്ചിടും. യാതന വന്നിടും വേളയിൽ പോലും യാക്കോബിൻ ദൈവം പാലിച്ചിടും. അദൃശ്യനാം ദൈവം അദൃശ്യകരങ്ങളിൽ താങ്ങിയിടും. ആപത്തു വന്നിടും വേളകളിൽ അഭയം നൽകിടും യേശുനാഥൻ. ആപത്തു വന്നിടും